ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. ഇത് എസ്പെഷ്യലി പറയാനുള്ളത് ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ളവരും അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. ഇത് ഏകദേശം ദിവസം കഴിയാറായി. ഇത് ബാഗുബലി ചന്ത എന്നാണ് ഇതിന് പറയുന്നത്. വലിയ എന്തോ സംതിങ് ഇടുന്നതാണ്. ആ സെഷനിലോട്ട് ഞാൻ പോകുന്നില്ല. ഈ ഫെസ്റ്റിവൽ മാത്രമേ ഇങ്ങനെ ലൈറ്റും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത് കേട്ടോ. നൈറ്റ് പോയാൽ നല്ലൊരു വൈബാണ്. കാരണം ലൈറ്റിങ്ങും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കടകളുണ്ടാവും. ഒത്തിരി ഫുഡ് ഐറ്റംസ് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. എസ്പെഷ്യലി എൻട്രി പോയിൻറ്റിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിൽ പ്രവേശിക്കാൻ. ഒരാൾക്ക് പെർ ഹെഡ് 20 റുപ്പീസാണ്, പിള്ളേർക്കാണെങ്കിൽ 10 റുപ്പീസുമാണ്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് അതിനെ റിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളും ഉണ്ടാവും. എന്നിട്ട് മാത്രമേ നമ്മൾ അകത്തോട്ട് വിടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അകത്തോട്ട് പോകുമ്പോൾ അവിടെ ഓരോ സെഷനിലും കയറുന്നതിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ എൻട്രി പോയിന്റിൽ ടിക്കറ്റും മേടിച്ച് അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ ബൈക്കിൻ്റെ സെയിലിംഗ് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ. രാത്രിയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു വൈബാണ് കേട്ടോ കാണാനായിട്ട്. ഇത് തറയിൽ കിടക്കുന്നതിൻ്റെ ടിക്കറ്റ്സാണ് കേട്ടോ. ഇത് അകത്ത് കയറിയവരെ ഈ കീറിയിട്ടൊക്കെ കുറേ നോട്ടീസും കാര്യങ്ങളൊക്കെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തറ മാത്രം കാണിക്കുകയില്ല, ഇതാ കടയും കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ എക്സിബിഷൻ സെൻ്ററാണ് വേണം കേട്ടോ. കുറേ നല്ല നല്ല പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്ത കുഞ്ഞു കുട്ടികളും തൊട്ട് വളർന്നവർ ചെയ്ത ആർട്ടൊക്കെ ഇതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അവരെ കഴിവിലെല്ലാം കാണിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കഴിവായിരുന്നാലും ശരി, മുതിർന്നവരെ കഴിവായിരുന്നാലും ശരി. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇതിൽ തനിച്ച് പൈസ മേടിക്കുമോ ആ കാര്യമൊന്നും അറിഞ്ഞുകൂടാ. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നാലും ഈ ആയിരുന്നാലും അവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ് കേട്ടോ. കോണ്ടാക്ട് നമ്പർ, ഇൻസ്റ്റ ID ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കണ്ട് നല്ല ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇപ്രാവശ്യം സെപ്പറേറ്റായിട്ട് വേറൊരു സെഷൻ കൂടെ ഉണ്ടായിരുന്നു. ഹെൽത്ത് ബേസ്ഡ് കാര്യങ്ങളൊക്കെ കാണാനുള്ള എന്ന് വെച്ചാൽ ഈ ന്യൂ ബോൺ ബേബി ഇങ്ങനെ ഡെത്തായതിൻ്റെ അത് ഇങ്ങനെ ഇതിലെല്ലാം ഇതിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്, ചീത്തയാവാണ്ട്. അതുപോലെ തന്നെ എൽബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇപ്രാവശ്യം ഞാൻ കാണുന്നത് ഇപ്രാവശ്യം തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ കണ്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതാ വലിയൊരു ഓട്ടോഹൊക്കെ വെൽക്കം ബാഗുബലി ചന്ത എന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തേക്ക് പോകണം. ഇതാണ് സംഭവം. ഒറ്റ നോട്ടത്തിൽ കാണാനാണെങ്കിൽ ഇതാണ് കേട്ടോ. ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഇതിൽ ആവശ്യാനുസരണം നമുക്ക് കയറാം. കയറുന്നതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കാണാൻ വന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നൈറ്റ് സമയമാണെങ്കിൽ ചൂട് കുറവാണ്. അതുപോലെ തന്നെ കാണാൻ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സിസ്റ്റം കൊള്ളാമുള്ളത് കൊണ്ട് നൈറ്റ് ഒത്തിരി ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അടിപൊളിയാണ് കാണാൻ. ഒരിക്കലെങ്കിലും നിങ്ങളുടെ ട്രിവാൻഡ്രം അതുപോലെ തന്നെ കന്യാകുമാരി സൈഡിലുള്ളവരാണെങ്കിൽ കാണാനൊന്ന് ശ്രമിക്കുക കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇതെല്ലാം കാണാൻ കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് വളർന്നവർക്ക് വരെ കയറാനുള്ള സംഭവം ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അഞ്ഞൂഞ്ഞാൽ പിന്നെ ഇതെന്താണെന്ന് എനിക്ക് വലിയ വശമില്ല. ഒത്തിരി ഇങ്ങനെ നമുക്ക് കയറി എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കുള്ളതുണ്ട്, മുതിർന്നവർക്കുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് 2 വയസ്സായുള്ള മോളായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കയറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ അവളെയും കൊണ്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇതൊക്കെ ഉണ്ടെന്ന്. ഇതിൽ കയറ്റണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവൾ പേടിച്ചിട്ട് കരയുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പിന്നെ അവൾക്കിങ്ങനെ വലിഞ്ഞു കയറാനൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അവൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്തും ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പം ഞാൻ ഇവിടെ ഇതിൽ 4-5 വർഷം വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനിത് പുതുതായിട്ട് കാണുന്നത് കേട്ടോ. അതിനകത്തിരിക്കുന്നവർ നല്ല ഇങ്ങനെ നിലവിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ കപ്പലൊക്കെ ഇങ്ങനെ ഓട്ടിക്കുന്നുണ്ടായിരുന്നു, കപ്പലല്ല ബോട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് തന്നെയാണ് പോകുന്നത്. അടുത്ത ഇതവ കളിക്കേണ്ട ചെറിയ ചെറിയ പ്ലേ ചെയ്യേണ്ട ഇങ്ങനെ ഗൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ, അതിൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് റിങ് എറിയണതിൻ്റെ റിങ് സോപ്പ്, അതുപോലെ തന്നെ ബൂസ്റ്റ്, കുറേ കാര്യങ്ങളുണ്ട്, ഹോർലിക്സ്. ഇതിലൊന്നും ആർക്കും കൊള്ളുന്നില്ല. ഞാൻ നോക്കിയപ്പോഴത്തേനും വീഴുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. സംഭവം അത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി കളിക്കേണ്ട ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞു കുട്ടികൾക്ക്, ഒത്തിരി മുതിർന്നവർ തൊട്ട് വലിയ ആൾക്കാർ വരെ വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞു വയസ്സിൽ തൊട്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തിൽ പോയി മേടിക്കാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ കമ്മൽ, മാല, വള. പക്ഷെ എന്തോന്നും അറിയില്ല, ഇപ്രാവശ്യം ഒന്നും അങ്ങനെ മേടിച്ചിട്ടില്ല. എന്താണെന്ന് അറിയില്ല, എല്ലാം ഉള്ളത് കൊണ്ടാണോ എന്തോ. ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ സ്ഥലമൊന്ന് കണ്ട് എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. ഇതൊക്കെ മേടിക്കാനൊന്നും ആ ഒരു വില്ലിങ് ഇല്ലായിരുന്നു. എന്നാലും മേടിച്ചു കേട്ടോ. കുറച്ച് കുഞ്ഞിന് കുറച്ച് ടോയ്സ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്ത് ഇവിടെ ഈ സംഭവം നമ്മളിങ്ങനെ കാണാൻ വരുമ്പോൾ വാങ്ങാൻ പൈസ ഇല്ലാണ്ട് ഇങ്ങനെ ഐസ്ക്രീം കുടിക്കുന്നതിന് പകരം ഐസ് കുടിച്ചിട്ട് പോയ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മളിങ്ങ് പോകുന്നത് കേട്ടോ. കിച്ചണിലുള്ള കുറേ സാധനങ്ങളും ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ ടോയ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ചൂടുമുട്ടായി ഇതെൻ്റെ ഫേവറേറ്റാണ്. 1 kg ഒക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങ് പോകുന്നത്. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. നല്ല നമ്മുടെ കഴിക്കാനുള്ള കുറേ ഐറ്റംസ് ഇങ്ങനെ വച്ചിയ എന്തോ മസാല പൂരിയും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരി, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പിയാണ്. ഈ ഒരു സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് ഒന്ന് കാണുക. അതും ഞാൻ പറഞ്ഞ ഈ കന്യാകുമാരി ട്രിവാൻഡ്രം ബോർഡറുള്ളവർ കാണാൻ പറ്റുമെങ്കിൽ മസ്റ്റായിട്ട് കാണുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കുറച്ച് പൈസ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ച് കൊണ്ടുപോകുക. ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്. ഡോണറ്റ്സ്, അതുപോലെ തന്നെ ഹോട്ട് ചോക്ലേറ്റ്, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു പെർഫ്യൂം, കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.